ഈ മോഡൽ അപ്പാച്ചിയോട് എനിക്ക് പ്രത്യേകിച്ച് സ്നേഹമാണ്. കാരണം എൻ്റെ ആദ്യത്തെ വണ്ടിയും ഇതേ മോഡൽ അപ്പാച്ചിയുടെ 180 ആയിരുന്നു. ഞാൻ 2015 ആദ്യമായിട്ട് അപ്പാച്ചി 180 ഞാൻ സ്വന്തമാക്കുന്നത്. Every day I miss you in the most ordinary ways. I always stop and wonder what would have happened if I stayed. 'Cause without you it's like the ocean, I'm drowning in every single wave. Yeah, without you I've got no focus, I'm fighting to just get through the day. And I keep നമുക്ക് എല്ലാ വീഡിയോയിലെ പോലെ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ തന്നെ തുടങ്ങാം. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു ബ്ലാക്ക് വൈസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടി ഫുള്ള് ബ്ലാക്ക് ആണ്, അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് എഡിഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ നമുക്കിവിടെ TVS ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കണ്ണ് പോലത്തെ ബീസ്റ്റിൻ്റെ DRLs നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ചേമ്പർ ആയിട്ടുള്ള LED ഹെഡ്ലാമ്പ്സ് ഉണ്ട്, ഡിമ്മും ബ്രൈറ്റും. പിന്നെ നമുക്ക് TVS അപ്പാച്ചി RTR 200 4V കണ്ടുവെക്കുന്ന അതേ രീതിയിലുള്ള ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ് കൊടുക്കുന്നത്. ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ് ഹാലോജനാണ്. LED ഹെഡ്ലാമ്പ്സും ടെയിൽ ലാമ്പ്സും മാത്രമേ LED വരുന്നുള്ളൂ. വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷനിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് USB ഫോക്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സിംഗിൾ ചാനൽ ABS ആണ് കൊടുത്തേക്കുന്നത്. 270 mm ഡിസ്പ്ലേക്ക് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ TVS ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല എന്നതിനുള്ള തെളിവാണ് സൂപ്പർ മോട്ടോ ABS ആണ് വണ്ടിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ടയർ സൈസിൻ്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ 90-90-15 TVSൻ്റെ തന്നെ ഓൺ ടയേഴ്സ് ആണ് വണ്ടിക്ക് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി 12 ലിറ്റർ ആണ് വരുന്നത്. പിന്നെ വണ്ടി ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് വണ്ടി കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ടാങ്കിൻ്റെ കാര്യത്തിൽ പറയേണ്ട ഒരു പോരായ്മ എന്ന് വെച്ചാൽ ഇത് ഡിറ്റാച്ചബിൾ ടാങ്ക് ലിഡാണ് നമുക്ക് ഇതിന് കൊടുത്തേക്കുന്നത്. ഇനി വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് എടുക്കുകയാണെങ്കിൽ 2 വിങ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ നടുക്കൊരു മെറ്റൽ ടാങ്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതേ തന്നെ TVSൻ്റെ ചാടുന്ന കുതിര മാറ്റ് ബാക്ക് ഫിനിഷ് നമുക്കിവിടെ ഫിനിഷിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ RTFI ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്നുള്ള ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹൈപ്പർഎഡ്ജ് എന്ന് പറഞ്ഞ കൗളിങ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ 159.7 cc ഫ്യൂൽ ഇഞ്ചക്ഷൻ 4 സ്ട്രോക്ക് എഞ്ചിൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ അപ്പാച്ചി എന്ന് പറഞ്ഞ എഴുത്ത് കാണുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് സീറ്റ് തുറക്കാനും നമ്മുടെ അകത്തെ കാര്യങ്ങളെല്ലാം തുറക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫുഡ് റെസ്റ്റ് കാര്യങ്ങൾ, പിന്നെ TVSൻ്റെ ആ പഴയ രീതിയിലുള്ള RTR എന്നുള്ള ബാഡ്ജിങ്ങുള്ള അതേ വലിയ സൈലൻസ്. എൻ്റെ ഇരുന്ന മോഡലിൽ ഇത് നേരത്തെ സിൽവർ കളറായിരുന്നു, ഇതേലൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മോഡലിൽ ഡുവൽ ഹോൺസ് ആണ് TVS കൊടുത്തേക്കുന്നത്. എൻ്റെ ഇരുന്ന മോഡലിൽ സിംഗിൾ ഹോൺസ് ആയിരുന്നു, ഇതിൽ ഡുവൽ ഹോൺസ് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഗ്യാസ് ലോഡർ സസ്പെൻഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നു. ഇനി വണ്ടിയുടെ ബാക്ക് പ്രൊഫൈലിലേക്ക് എടുക്കണം, നമുക്ക് നല്ല ഒരു ഗ്രാബ് ഹാൻഡിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുതിയ രീതിയിലുള്ള നമ്മുടെ LED ടെയിൽ ലാമ്പ് യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റ്, അതിൻ്റെ റിഫ്ലക്ടർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 200 കണ്ടിട്ടുള്ള അതേ രീതിയിലുള്ള ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ് കൊടുത്ത് അത് ഹാലോജനാണ് നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ടയറിൻ്റെ സൈസിലേക്ക് എടുക്കുകയാണെങ്കിൽ 110-80-17 TVSൻ്റെ തന്നെ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് ബാക്കിലും കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് ഡ്രം ബ്രേക്കാണ് വരുന്നത്, 130 mm ഡ്രം ബ്രേക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ വണ്ടി സിംഗിൾ ചാനൽ ABSലാണ് വണ്ടി വരുന്നത്. ഇനി വണ്ടിയുടെ ഇപ്പുറത്തെ സൈഡിലെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ നല്ലൊരു രീതിയിലുള്ള സാരി ഗാർഡും അതിൻ്റെ ഫുഡ് റെസ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡത്തെ പോലെ നമ്മുടെ ഫുഡ് റെസ്റ്റ് കാര്യങ്ങൾ, നമ്മുടെ ലിവേഴ്സ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന് ഓപ്പൺ ചെയിനാണ് കമ്പനി കൊടുത്തേക്കുന്നത്. ഇനി സ്വിച്ചസിൻ്റെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ വളരെ ബേസിക് സ്വിച്ചസ് തന്നെയാണ് TVS കൊടുത്തേക്കുന്നത്. നേരത്തെ മുകളിൽ കണ്ടു മറന്നിട്ടുള്ള അതേ സ്വിച്ചസ് തന്നെയാണ്. നമ്മുടെ പാസ് സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്, ഡിമ്മും ബ്രൈറ്റും വരുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, നമ്മുടെ ഹോൺ വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന എഞ്ചിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ മോഡ് സ്വിച്ച് വരുന്നുണ്ട്. ഇതിൽ 3 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ എഞ്ചിൻ ഇഗ്നിഷൻ സ്വിച്ചും വരുന്നുണ്ട്. ഇത്രയും ആയിട്ടുള്ള ബേസിക് സ്വിച്ചസ് ആണ് TVS ഇത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമുക്കിനി വണ്ടിയുടെ മീറ്ററിൻ്റെ വിശേഷങ്ങളിലേക്ക് എടുക്കാം. വണ്ടിയുടെ മീറ്റർ വരുന്നതെന്ന് വെച്ചാൽ ബേസിക് മീറ്ററാണ്. നമുക്ക് യെല്ലോ കളറിലാണ് മീറ്റർ കൊടുത്തേക്കുന്നത്. നമുക്ക് അവിടെ ടൈം കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ RPM മീറ്റർ കാണാൻ പറ്റുന്നുണ്ട്, സ്പീഡോമീറ്റർ കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ നമ്മുടെ ഓഡോമീറ്റർ, പിന്നെ ഫ്യൂല്, പിന്നെ ഏത് റൈഡിംഗ് മോഡിലാണ് വണ്ടി കിടക്കുന്നത്, പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ വാണിങ്, ABSൻ്റെ വാണിങ്, നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ വാണിങ്, പിന്നെ കീലോക്കിൻ്റെ വാണിങ്, അങ്ങനെ ബേസിക് വാണിങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ മോഡും സെറ്റ് കൊടുത്തിട്ടുണ്ട്. മോഡ് സ്വിച്ച് ഞെക്കുന്നതനുസരിച്ച് വണ്ടി ട്രിപ്പ് 1, ട്രിപ്പ് 2, പിന്നെ ഹൈ സ്പീഡ് മീറ്റർ എത്രയാണ് വണ്ടി റെക്കോർഡ് ചെയ്തേക്കുന്നത്, പിന്നെ നമ്മൾ 0 to 60 ഇത്രയും കാര്യങ്ങളാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ എഞ്ചിൻ്റെ സൈഡിലേക്ക് കിടക്കുന്നത് ഇതൊരു 4 സ്ട്രോക്ക് എയർ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ് കമ്പനി വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അതുപോലെ പവർ ഫിഗേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 16.4 PS പവർ അറ്റ് 8750 RPM, അതുപോലെ തന്നെ 13.85 Nm ടോർക്ക് അറ്റ് 7000 RPM ആണ് വണ്ടിക്ക് കമ്പനി കൊടുത്തേക്കുന്നത്. ഈ വണ്ടിക്ക് പിന്നെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സൈഡ്സ് ആൻഡ് കട്ട് ഓഫ് വരുന്നുണ്ട്, സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് നമുക്ക് ഈ വണ്ടിക്ക് കമ്പനി സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വണ്ടിയുടെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് കേട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. നമുക്കിനി ഈ വണ്ടിയുടെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് കേട്ട് നോക്കാം. അപ്പം ഇതൊക്കെയാണ് എനിക്ക് TVS അപ്പാച്ചി RTR 160 2V ബ്ലാക്ക് എഡിഷൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കടന്നു വരുന്നുണ്ട്. ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഔട്ട്. താങ്ക് യു.